ഹായ് ഹലോ. നമ്മളിന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കരുതി നിങ്ങൾക്ക് കൂടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അതിനു മുന്നേ നാടിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ സ്ഥലം. ഇതൊരു തീരദേശ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരും ഒക്കെ മത്സ്യത്തൊഴിലാളികളായിരിക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛന്മാരും ഞങ്ങളുടെ അമ്മായി അച്ഛനും മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടിനെ പറ്റിയുള്ള ചെറിയ വിവരണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചും പറഞ്ഞുമൊക്കെ ഞാൻ തരാം. ഈ വന്ന മഞ്ഞ വണ്ടിക്കാരൻ ചേട്ടൻ ഇപ്പം നമ്മുടെ നെഞ്ചത്തോടെ കയറ്റിക്കൊണ്ട് പോയേനെ. ഇതാണ് ആലപ്പാട് സെൻറ്റർ. ഈ ഒരു വളവിന് പറയുന്നത് എസ് വളവെന്നാണ്. പിന്നെ ഇതാണ് നമ്മളുടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലത്തീഫുക്കയുടെ പലചരക്ക് കട. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മില്ലുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സൺസെറ്റ് കാണാൻ പോകുന്ന സ്ഥലം. മോങ്കൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ പുറകിന് വരികയാണ് ആൾ. ബാഗൊന്നും വീട്ടിൽ കൊണ്ട് വെച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എസ് വളവ് ഇനിയും ഉണ്ട്. 2 എസ് വളവാണ് നമുക്കിവിടെ ഉള്ളത്. ഇത് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടേറിയ വളവാണ്. സൂക്ഷിച്ച് വളച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള തോട്ടിൽ കിടക്കും വണ്ടി. നമ്മൾ വന്ന എന്തായാലും നല്ല സമയത്താണ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരാൻ പറ്റി. ഇത് നമുക്കിവിടെ പതിവുള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മീൻ വരുന്നത് പോലെ ഇരിക്കും ഇതിവിടെ കാണുന്നത്. ഇത് മരത്തിലെ മീൻ അഴിക്കുന്നതാണ്. മരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കിവിടെ മരമെന്നാണ് പറയുന്നത്. വേറെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് അതിനകത്ത് കിട്ടുന്ന മീനാണ്. അപ്പം ഇത് അഴിക്കുന്നത് കുറേ പേര് കൂടിയാണെങ്കിലും മരത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്നത് ഒരാളായിരിക്കും. ഇതിപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളോടല്ല പറയുന്നത്. അവർക്ക് ഫെമിലിയർ ആയിരിക്കും. അറിയാൻ വയ്യാത്തവരോടാണ് പറയുന്നത്. വള്ളം, ബോട്ട്, മരം, അങ്ങനെ പല ടൈപ്പ് സംവിധാനങ്ങളുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പം അതിനകത്ത് ഒരു സംഭവമാണ് ഈ മരം എന്ന് പറയുന്നത്. നമുക്ക് മരം തടി എന്നൊക്കെ ഇവിടെ പറയും. അപ്പം അതിനകത്ത് മീൻ പിടിക്കാൻ പോകുന്നത് കൂട്ടത്തോടെ അല്ല, ഒരൊറ്റ ആളായിരിക്കും പോകുന്നത്. അത് ഒരുപാട് ആഴത്തിലോട്ട് പോകത്തില്ല, കടലിൻ്റെ ആഴങ്ങളിലോട്ട് പോകത്തില്ല. മീൻ കരയിലോട്ട് വരുന്നതനുസരിച്ചായിരിക്കും തടി തെള്ളുന്നത്. അങ്ങനെ പോയി പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. അപ്പം ഒരാൾക്കായിട്ട് അഴിക്കാൻ പറ്റത്തില്ല, ഒരുപാട് മീൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ വിളിച്ച് നിർത്തിയാണ് അഴിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള കൂലി കൊടുക്കും. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ അച്ഛനും പോകാറുണ്ട്. അപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടും കറിക്ക്. ഈ മരത്തിലെ മീനെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണ്. ബോട്ടിലും വള്ളത്തിലും ഒന്നും കിട്ടുന്ന പോലെയല്ല. പിടിച്ചുകൊണ്ട് വന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് 1-2 മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കറി വയ്ക്കാൻ പറ്റുന്ന മീനാണ്. അപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടും ഇതിനകത്തുനിന്ന്. ഞങ്ങൾക്ക് ബീച്ചിൽ പോകണമെങ്കിൽ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വീടിൻ്റെ പടിഞ്ഞാറ് വശത്തോട്ട് ഇറങ്ങി നിന്നാൽ മതി. നേരത്തെ മീൻ പിടിക്കാൻ പോയ ഏതോ ഒരു മരം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ.
നമ്മൾ നേരത്തെ കണ്ട മരമാണ് കേട്ടോ ഇത്. ഇങ്ങനെ വലിച്ചാണ് ഇത് കരയിലോട്ട് കയറ്റുന്നത്. അതിനുശേഷം അതിനകത്തിരിക്കുന്ന മീൻ അഴിച്ച് കുറേ ആൾക്കാർ കൂടെ ചേർന്നാണ് പൊക്കിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയ മീനാണ് നമ്മൾ നേരത്തെ അഴിക്കുന്നത് കണ്ടത്. അനിയൻകുട്ടൻ്റെ കാലൊന്ന് കടലിൽ നനയ്ക്കണമെന്ന് വിചാരിച്ചു കൂടെയാണ് കേട്ടോ വന്നത്. പക്ഷേ പുള്ളിക്കാരൻ കടലിൽ വന്നപ്പോൾ പേടിച്ചു എന്നാണ് തോന്നുന്നത്. മോൻകുട്ടൻ പിന്നെ കിട്ടിയ അവസരം എങ്ങനെ മുതലാക്കാന്നുള്ള ഗവേഷണത്തിലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ കടലും കാറ്റും പുതിയ സ്ഥലങ്ങളും എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും മൈൻഡ് ഫ്രഷാക്കി വെക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കും അത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കും എപ്പോഴും ഫ്രഷായിരിക്കാൻ കഴിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരെ ബൈ.